ഘട്ടം വരുമ്പോൾ പലപ്പോഴും തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ പലരും അഴിച്ചുവിടാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ജനങ്ങൾ ഇതിനെ കാണുകയുള്ളൂ. സഖാ വി പി ജയരാജൻ CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതോടൊപ്പം ഇവിടെ LDF കൺവീനറുമാണ്. പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും പോലെ വലിയ തോതിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നതാണ്. അത് ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ആവേശമുണർത്തുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ആക്രമണം CPIM-നെതിരെയും LDF-നെതിരെയും ഉന്നം വെച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്ന് നാം കാണണം. അത്തരം ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിന് പിറകിലാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരം ആരോപണങ്ങൾ പ്രചരണങ്ങൾ നടത്തുന്നതിന് പിറകിൽ. ഇന്നിപ്പോൾ കെ സുരേന്ദ്രനും ഇത് ആവർത്തിച്ചിട്ടുണ്ട്, BJP അറിഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു. കെ സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും ഈ പ്രചരണത്തിൻ്റെ വക്താവായിട്ട് മാറുമല്ലോ. കെ സുധാകരനും കെ സുരേന്ദ്രനുമൊക്കെ ഒരേ രീതിയിലാണല്ലോ എല്ലാ കാലത്തും പ്രചരണങ്ങൾ നടത്താറുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പുതുമയും ഇല്ല എന്നുള്ളതാണ് നാം കാണേണ്ടത്. എല്ലാ കാലത്തും ഈ രീതിയിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ കേരളത്തിലെ UDF-ൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും BJP-യുടെയും നേതൃനിര ഒരേ മനസ്സോടെ അണിനിരന്നിട്ടുണ്ട് എന്നത് നമുക്കെല്ലാം അനുഭവത്തിലുള്ള കാര്യമാണ്. CM ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണ്. അതിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടല്ലോ. നിങ്ങൾ രണ്ടാൾ കൂടി പറഞ്ഞാൽ പൗരത്വത്തിലെത്തി ഈ പ്രകാശ് ജാവ്ദേക്കർ തന്നെ കണ്ടിരുന്നു. പക്ഷേ സൗഹൃദമായ ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു അത് എന്നാണ് വി ജയരാജന്റെ ഇത്. പക്ഷേ പാർട്ടിയെ കാര്യം അറിയിച്ചിട്ടുമില്ല. 10 മിനിറ്റോളം സംസാരിച്ചിരുന്നു എന്നാണ് പ്രതികരിച്ചത്. അതിൽ സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ടത് ഈ പി ജയരാജൻ്റെ പ്രകൃതം എല്ലാവർക്കും അറിയാമല്ലോ. ഈ എല്ലാവരുമായും നല്ല സുഹൃത്ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കു തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിൽ സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്നൊരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു വന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രമുള്ളയാണ്. ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ. അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ ലോഹ്യമോ പരിചയം ഇപ്പോൾ ആർക്കും വേണ്ടതായിട്ട് വരും. പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരുത്. ജാവേദ്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ തെറ്റ്? എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പരമാവധി ശ്രമം നടത്തുകയാണല്ലേ, നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ മനസ്സിൽ. അത് ആ നിലക്ക് കാര്യങ്ങൾ പറയുമല്ലോ, അതൊന്നും ശത്രുതയിലല്ല, കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുമല്ലോ. അങ്ങനെ ഇത് ഏകദേശം പരസ്യമായി എന്ന മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു വിഷമമുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല. CAA ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നത്? പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കലിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പറഞ്ഞത് നന്ദകുമാറിന് എൻ്റെ കേസിലുള്ള ബന്ധത്തെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾക്കത് അറിയുമെന്നറിയില്ല കേട്ടോ. എന്നോടാണ് ചോദിക്കുന്നതെന്ന് ധരിക്കണം കേട്ടോ. നന്ദകുമാറിന് ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാവുന്നതാണ്. അത് മറ്റാരും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമല്ല. പക്ഷേ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അങ്ങക്കെതിരെ പ്രവർത്തിച്ച ആളായിരുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനെപ്പറ്റിയൊന്നും
കൂടുതൽ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരം ആളുകളൊക്കെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ട് എന്തെങ്കിലും ഫലം കിട്ടിയോ? അവരവരുടേതായ വഴി വല്ലാതെ നോക്കി എന്നുള്ളത് ശരിയാണ്. അതിന് ഫൈനാൻസ് ചെയ്യാൻ ഒരു കൂട്ടർ ഇവിടെയുണ്ട്. അതാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങളെ കൂട്ടത്തിലും ചിലരുണ്ട്. നിങ്ങളെ കൂട്ടത്തിലുള്ളവർ മാത്രമല്ല, കേരളത്തിൽ തന്നെ ഒരു വൃത്തം നേരത്തെ മുതൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നതായി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാണും. ഞാൻ പറഞ്ഞു തീരട്ടെ. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചാൽ എങ്ങനെയാണ്? ഈ പറഞ്ഞല്ലേ ഞാൻ പറയും. ഞാൻ പറയേണ്ടത് പറയേണ്ടെന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ ശരി, പക്ഷേ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കണ്ടേ. ഞാൻ പറഞ്ഞു വന്നത്, എനിക്കെതിരെ ഒരു വൃത്തം ദശാബ്ദങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്, അവരെ ഫൈനാൻസ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് വലിയ തോതിലുള്ള പിന്തുണ മാധ്യമങ്ങൾ നൽകുന്ന, ഒരു പറ്റം മാധ്യമങ്ങൾ നൽകുന്ന നിലയും കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞാനെങ്കില്ലാതായിപ്പോയോ? ഞാനിപ്പോഴും ഇവിടെ നിൽക്കുകയല്ലേ. അവരുദ്ദേശിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ? ചില കാര്യങ്ങൾ തൽക്കാലം നേട്ടങ്ങളുണ്ടായി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ആത്യന്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയോ? ആത്യന്തികമായി ഞാനങ്ങ് തകർന്നു പോയോ? അപ്പോൾ ഇതാണ് നമ്മൾ കാണേണ്ടത്. വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ അധികം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ അതൊന്നും നാട്ടിൽ ചിലവാകില്ല എന്ന് നമ്മൾ കാണണം. Sir, PM saying आपकी बात 400 पार and Kerala they are going to win 10. എന്താ പറയുന്നത്? 10 സീറ്റ് ബിജെപിക്ക് കിട്ടും കേരളത്തിൽ എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഇത് കേരളത്തിൽ കിട്ടുമെന്ന് പ്രധാനമന്ത്രി പറയുന്നത് അതില് 0 ഉണ്ടാവും, മറ്റേ ഒന്നുണ്ടാവില്ല എന്ന് മാത്രം. വോട്ട് ചെയ്തതിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് CPM BJP അന്തർധാരയുണ്ട് എന്നാണ് ചില മണ്ഡലങ്ങളിലെങ്കിലും. അത് ഗോൾവാൾക്കറുടെ മുമ്പിൽ താണ് വണങ്ങി തൊഴുന്ന ഒരാൾക്ക് മാത്രമേ ആ അന്തർധാര ഉണ്ടാക്കാൻ കഴിയൂ. ഞങ്ങൾക്ക് ഒരാളുടെ മുന്നിലും താഴേണ്ടതോ വണങ്ങേണ്ടതോ ആയ പ്രശ്നം വരുന്നില്ല. ഇത്തരം